മാഷു ടീച്ചറിന്റെയും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 1ാമത്തെ യൂണിറ്റായ ഫുഡ് ഫോർ ഹെൽത്ത്, ആഹാരത്തിലൂടെ ആരോഗ്യം എന്ന പാഠഭാഗത്തെ ചെറിയൊരു ടോപ്പിക്കാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റിനെ കുറിച്ചിട്ടൊക്കെ പഠിച്ചു അല്ലേ? അപ്പൊ ടീച്ചർ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഹൗ ഡു വി ഫൈൻഡ് ഔട്ട് ഇഫ് സ്റ്റാർച്ച് ഈസ് പ്രസന്റ് ഇൻ ദ ഫുഡ് വി ഹീറ്റ്? നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിൽ അന്നജം ഉണ്ടോ എന്ന് എങ്ങനെ കണ്ടെത്തും? എങ്ങനെ കണ്ടെത്തുക? അതിന് നമുക്കൊരു പരീക്ഷണം ചെയ്തു നോക്കാം. എന്താണ് പരീക്ഷണത്തിന്റെ പേര് നിങ്ങൾക്കറിയോ? നമ്മൾ ചെയ്യാൻ പോകുന്ന പരീക്ഷണത്തിന്റെ പേരാണ് അയഡിൻ ടെസ്റ്റ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് അയഡിൻ ടെസ്റ്റ് ആണ്. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങള് 2 ടെസ്റ്റ് ട്യൂബ്, 2 ടെസ്റ്റ് ട്യൂബ്സ്, പിന്നെ മിൽക്ക്, പിന്നെ നേർപ്പിച്ച അയഡിൻ ലൈൻ, ഡയല്യൂട്ടഡ് അയഡിൻ സൊല്യൂഷൻ, റൈസ് വാട്ടർ, കഞ്ഞിവെള്ളം. എന്തൊക്കെയാണ് ആവശ്യം? 2 ടെസ്റ്റ് ട്യൂബ് വേണം, പിന്നെ പാല് വേണം, കഞ്ഞിവെള്ളം വേണം, നേർപ്പിച്ച അയഡിൻ ലായനി വേണം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ടേക്ക് 2 ടെസ്റ്റ് ട്യൂബ്സ്, 2 ടെസ്റ്റ് ട്യൂബ് എടുക്കണം. ടേക്ക് മിൽക്ക് ഇൻ 1 ടെസ്റ്റ് ട്യൂബ് ആൻഡ് റൈസ് വാട്ടർ ഇൻ ദ അതർ 1 കേട്ടോ. ഒരു ടെസ്റ്റ് ട്യൂബിൽ എന്തിനാ എടുക്കണം? ഒന്നില് മിൽക്കും ഒന്നില് കഞ്ഞിവെള്ളം എടുക്കുക. ഓരോന്നിലും 2 or 3 തുള്ളി അയഡിൻ ലായനിയും ചേർക്കുക. അതിനുശേഷം അയഡിൻ ലായനി ചേർത്തപ്പോൾ 2 ടെസ്റ്റ് ട്യൂബിലുമുള്ള ദ്രാവകത്തിന്റെ നിറത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അല്ലെ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നിങ്ങൾ നിരീക്ഷിക്കുകയാണ് വേണ്ടത്. നിങ്ങൾ കഴിക്കുന്ന മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളും ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്ത് നോക്കാം? ഇതേ പരീക്ഷണം ചെയ്ത് നോക്കാം. മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളിലും സ്റ്റാർച്ചിന്റെ അളവ് കണ്ടെത്താൻ പരീക്ഷണമാണ് ചെയ്ത് നോക്കേണ്ടത്. അപ്പൊ അയഡിൻ ലായനി ചേർക്കുമ്പോൾ എന്ത് മാറ്റാണ് ഈ 2 ടെസ്റ്റ് ട്യൂബിലുള്ള അല്ലെ പാലിനും കഞ്ഞിവെള്ളത്തിനും എന്ത് മാറ്റാണ് വരിക എന്ന് നോക്കണ്ടേ? When iodine combines with starch, a dark blue color is formed. കേട്ടോ, അന്നജം അയഡിനുമായിട്ട് ചേരുമ്പോൾ എന്ത് ചെയ്യും? ഒരു ഇരുണ്ട നീല നിറം ഉണ്ടാവും കേട്ടോ. അന്നജത്തിന്റെ കാഠിന്യം അനുസരിച്ച് അല്ലെ, അളവനുസരിച്ച് പിന്നെ നീല നിറത്തിന്റെ കാഠിന്യത്തില് വ്യത്യാസം ഉണ്ടാവും. കൂടുതൽ എമൗണ്ട് സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ ഡാർക്ക് ബ്ലൂ കളർ ആയിരിക്കും ഉണ്ടാവുക. ഇനി എമൗണ്ട് ഓഫ് സ്റ്റാർച്ച് അല്ലെ, സ്റ്റാർച്ചിന്റെ അളവ് കുറവാണെങ്കിൽ ഡാർക്ക് ബ്ലൂവിൽ നിന്ന് ഷെയ്ഡ് കുറഞ്ഞ് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനും സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തുണ്ടോ സ്റ്റാർച്ചിന്റെ അളവ് അല്ലെ, സ്റ്റാർച്ച് ഉണ്ടോ അന്നജം ഉണ്ടോ എന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അപ്പൊ നമ്മളെ ടെസ്റ്റിന്റെ പേരാണ് അയഡിൻ ടെസ്റ്റ്. അപ്പൊ നമുക്ക് കുറച്ച് ഫുഡ് ഐറ്റംസിൽ സ്റ്റാർച്ച് അടങ്ങിയിട്ടുണ്ടോ എന്ന് കണ്ടെത്താം. അതിന് നമ്മൾ എടുത്തത് ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ആണ്? പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, കുക്കുംബർ എടുത്തിട്ടുണ്ട്, മൈദ, എഗ് വൈറ്റ് അല്ലെ ഉരുളക്കിഴങ്ങ്, വെള്ളരി, മൈദ, മുട്ടയുടെ വെള്ള. അപ്പൊ ഇതിലെല്ലാം അയഡിൻ ലായനി ചേർത്താല് ഏത് കളർ വരും? നിങ്ങളെ ഊഹ എന്താണെന്ന് പറഞ്ഞു നോക്കിയേ. നമുക്ക് നോക്കാം ഏത് നിറാണ് വരികയെന്ന് കേട്ടോ. പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങിലെ നമ്മൾ അയഡിൻ ലായനി ചേർത്താൽ ഡാർക്ക് ബ്ലൂ കളറാണ് ഉണ്ടാവുക, കടും നീല നിറം. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? അതില് സ്റ്റാർച്ചിന്റെ അളവ് കൂടുതലാണ് എന്നാണ് അർത്ഥം അല്ലെ. കുക്കുംബറിൽ നോ കളർ ചേഞ്ച്. അപ്പം കളർ ചേഞ്ച് ഇല്ലെങ്കിൽ അതില് എന്തില്ല? സ്റ്റാർച്ചിലെ അന്നജത്തിന്റെ അളവ് ഇല്ല എന്നാണ് അർത്ഥം. അടുത്തത് മൈദയിലും ഡാർക്ക് ബ്ലൂ കളറാണ്. ഡാർക്ക് ബ്ലൂ കളർ ആണെങ്കിൽ അന്നജത്തിന്റെ അളവ് കൂടുതലായിരിക്കും എന്നാണ് അർത്ഥം. എഗ് വൈറ്റ്
നോ കളർ ചേഞ്ച്. അപ്പം അതിൽ എന്തില്ല, സ്റ്റാർച്ച് ഇല്ല. ഒനിയൻ നോ കളർ ചേഞ്ച്, ഒനിയനിലും സ്റ്റാർച്ച് ഇല്ല. മിൽക്കിലും സ്റ്റാർച്ച് ഇല്ല അല്ലെ, നോ കളർ ചേഞ്ച് ആണ്. റൈസ് വാട്ടറിൽ എന്താണ്, ഡാർക്ക് ബ്ലൂ കളറാണ്. ഇനിയിപ്പോൾ ഒരു എക്സാമ്പിൾ കൂടിയും പറയുകയാണെങ്കിൽ ലെമൺ ജ്യൂസിനും എന്തായിരിക്കും, ഡാർക്ക് കളറായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഈ റിസൾട്ട് അല്ലെ, ഈ ഒരു എക്സ്പെരിമെന്റിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? വെൻ അയഡിൻ കമ്പൈൻസ് വിത്ത് സ്റ്റാർച്ച്, a dark blue color is formed. Depending on the quantity of starch, the intensity of blue color varies. അന്നജം അയഡിനുമായിട്ട് ചേരുമ്പോൾ ഇരുണ്ട നീല നിറം ഉണ്ടാവുന്നു. അന്നജത്തിന്റെ അളവിനനുസരിച്ച് നീലനിറത്തിന്റെ കാഠിന്യത്തില് വ്യത്യാസം ഉണ്ടാകുന്നതാണ് നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത്. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് മില്ലറ്റ്സ് അല്ലെ, ചെറു ധാന്യങ്ങൾ. മില്ലറ്റ്സ് ആർ ദ ക്രോപ്സ് വിച്ച് ബിലോങ് ടു ഗ്രാസ് സ്പീഷ്യസ് അല്ലെ, പുല്ലുവർഗത്തിൽപ്പെട്ട വിളകളാണ് ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ അല്ലെ. മില്ലറ്റ്സ് കണ്ടെയ്ൻസ് ഹയർ ക്വാണ്ടിറ്റീസ് ഓഫ് പ്രോട്ടീൻ, വിറ്റാമിൻസ് ആൻഡ് മിനറൽസ് ദാൻ rice and wheat. Millets contain higher quantities of protein and vitamins and minerals. Protein, vitamins and minerals than rice and wheat. അതായത് നമ്മുടെ അരിയിലെ ഗോതമ്പ് എന്നിവയിലൊക്കെ അടങ്ങിയിരിക്കുന്നല്ലേ, എന്നിവയെ അപേക്ഷിച്ച് വളരെ ഉയർന്ന തോതില് പ്രോട്ടീനും വിറ്റാമിനും ധാതുക്കളൊക്കെ എന്തിലുണ്ട്, ധാതുലവണങ്ങളൊക്കെ മില്ലറ്റ്സിലുണ്ട്. ഇതെന്താണ്, നമ്മള് പണ്ടുകാല നമ്മളിതൊന്നും കഴിക്കാറില്ലായിരുന്നു അല്ലെ. ഇത് നമ്മൾ ബേർഡ്സിനും അനിമൽസിനൊക്കെ കൊടുത്തോണ്ടിരുന്ന ഭക്ഷണമായിരുന്നു ഈ മില്ലറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ എന്താണ്, മനുഷ്യരെ ആഹാരമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലെ. ഇവയുടെ പോഷക ഗുണമൊക്കെ ഇപ്പൊ മനസ്സിലാക്കി ഇതിനു ശേഷം നമ്മൾ മനുഷ്യരൊക്കെ ഇത് ആഹാരമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. ഏതൊക്കെ ഇതിൽ പെട്ടത്? റാഗി, ബജ്ര, തിന, ചോളം, ചാമ, അതൊക്കെ എന്താണ് ഇതില് പെട്ടതാണ് കേട്ടോ, മില്ലറ്റ്സിൽ പെട്ടതാണ്. അപ്പൊ നമ്മളിപ്പം ഇത് കഴിക്കാറുണ്ട്. ഇതിനെന്താണ്, നമ്മൾ അരിയെയും ഗോതമ്പിനെയും കാട്ടൊക്കെ കൂടിയ തോതില് പ്രോട്ടീനും വിറ്റാമിനും ധാതുലവണങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ അടുത്തത് ഫോർ ഗ്രോത്ത്. It is enough to include only carbohydrate in our diet. Let's find the other nutrients need for our body. നമ്മുടെ ആഹാരത്തില് കാർബോഹൈഡ്രേറ്റ് മാത്രം ഉൾപ്പെടുത്തിയാൽ മതിയോ? മറ്റെന്തെങ്കിലും പോഷക ഘടകങ്ങൾ നമുക്ക് ആവശ്യമുണ്ടോ? നമുക്ക് നോക്കാം അല്ലെ. നമ്മുടെ ഗ്രോത്തിന് കാർബോഹൈഡ്രേറ്റ് മാത്രം പോരാട്ടോ, വേറെ കുറെ ന്യൂട്രിയൻസ് ആവശ്യമാണ്. അത് ഏതൊക്കെയാണ്? പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും ഫാറ്റും ഒക്കെ നമ്മളെ ബോഡിക്ക് ആവശ്യമാണ്. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് നോക്കാം. അതില് ആദ്യത്തേത് പ്രോട്ടീൻ ആണ് അല്ലെ. ഇവിടെ ഒരു ചിത്രം കാണുന്നില്ലേ മക്കളെ? ചിത്രത്തിൽ ആരെല്ലാം ഉള്ളത്? ഒരു ഡോക്ടർ ഉണ്ട്, പേഷ്യന്റ് ഉണ്ട്, പിന്നെ പേഷ്യന്റിന്റെ അമ്മയുണ്ട് അല്ലെ. അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് വായിച്ചു നോക്കാലോ. ഡോക്ടർ, മൈ സൺ ഓൾവേസ് സേ ദാറ്റ് ഹി ഫീൽസ് വെരി ടയേർഡ്. എന്താ പറയുന്നത്? ഡോക്ടർ, മൈ സൺ ഓൾവേസ് സേസ് ദാറ്റ് ഹി ഫീൽസ് വെരി ടയേർഡ്. ഹി doesn't have the energy to do anything. ഒന്നും ചെയ്യാനുള്ള എന്തില്ല, ഉഷാറില്ല മോന് അല്ലെ. ഒന്നും ചെയ്യാൻ എൻ്റെ മോനെ ഉഷാറില്ല, എപ്പോഴും നല്ല ക്ഷീണമാണെന്ന് പറയുന്നു എന്നാണ് ഡോക്ടറോട് പറയുന്നത് അല്ലെ. അപ്പൊ എന്താണ് ഡോക്ടർ റിപ്ലൈ കൊടുക്കുന്നത്? ദ ചൈൽഡ് ഹാസ് ഗ്രോത്ത് ഇഷ്യൂസ്. ഗിവ് ഹിം ഫുഡ്സ് ലൈക്ക് എഗ്, ഗ്രീൻ ഗ്രാം, ഗ്രൗണ്ട് നട്ട്, ഫിഷ്, മിൽക്ക് എക്സെട്ര ഇൻ പ്ലെന്റി അല്ലെ. നല്ല എന്താണ്, ധാരാളമായിട്ട് കുട്ടിക്ക് എന്ത് കൊടുക്കാൻ പറയാണ്? ചെറുപയറും നിലക്കടലയും അല്ലെ,
എഗ്ഗ് അല്ലെ, മുട്ടയും പാലും ഒക്കെ കൊടുക്കാൻ പറയാണ്, മത്സ്യമൊക്കെ കൊടുക്കാൻ പറയാണ്. അപ്പൊ നിങ്ങളും ഇതുപോലെ ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളും കഴിക്കാറുണ്ടോ? നമ്മളെ ശരീരത്തില് എന്തു ആവശ്യമാണെന്നാ പറഞ്ഞത്? കാർബോഹൈഡ്രേറ്റ് മാത്രം പോരാ, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് നമ്മളെല്ലാവരും കഴിക്കണം അല്ലെ. ഇവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട് അല്ലെ, ഒന്ന് വായിച്ചു നോക്കിയേ. ഡിഡ് യു നോട്ടീസ് വാട്ട് ദ ഡോക്ടർ ടോൾഡ് ദ ചൈൽഡ്സ് മോം? വൈ ഡസ് ദ ഡോക്ടർ സേ സോ? കുട്ടിയുടെ അമ്മയോട് ഡോക്ടർ പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ? ഡോക്ടർ ഇങ്ങനെ പറയാൻ കാരണമെന്ത് എന്നാണ് ചോദിച്ചത് അല്ലെ. ദ ചൈൽഡ് ഈസ് നോട്ട് ഗെറ്റിംഗ് ദ റൈറ്റ് എമൗണ്ട് ഓഫ് ന്യൂട്രീഷൻ അല്ലെ. എന്നാൽ കുട്ടിക്ക് വേണ്ട അളവിൽ ന്യൂട്രീഷൻ ഒന്നും കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഗ്രോത്തിന് അല്ലെ പ്രശ്നം അല്ലെ ഇഷ്യൂ ഉള്ളത് എന്ന് ഡോക്ടർ പറയാണ് അല്ലെ. Read the suggestions given by the dietitian in the program organized by the ഹെൽത്ത് ക്ലബ് ഇൻ ദ സ്കൂളിലെ സ്കൂളിലെ ആരോഗ്യ ക്ലബ്ബ് സംഘടിപ്പിച്ച പരിപാടിയിലെ ഡയറ്റീഷ്യൻ നൽകിയ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് വായിച്ചു നോക്കിയ മക്കളെ. പ്രോട്ടീൻ ഈസ് എ ന്യൂട്രിയൻ എസെൻഷ്യൽ ഫോർ ഗ്രോത്ത് ആൻഡ് ബോഡി ബിൽഡിംഗ്. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ ഒരു പ്രധാന പോഷക ഘടകമാണ് പ്രോട്ടീൻ. പ്രോട്ടീൻ ഈസ് റിക്വയർഡ് ഫോർ ദ ഹെൽത്ത് ഓഫ് മസിൽസ്, ഹെയർ ആൻഡ് സ്കിൻ. പേശികള്, തലമുടി, ത്വക്ക് എന്നിവയുടെ ഒക്കെ ആരോഗ്യത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. മോർ ഓവർ പ്രോട്ടീൻസ് പ്രൊവൈഡ് എനർജി. കൂടാതെ ഇവ ഊർജവും പ്രദാനം ചെയ്യുന്നുണ്ട് അല്ലെ. ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ കേസസ് നമ്മുടെ പ്രോട്ടീന്റെ കുറവ് മൂലം കുറച്ച് രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ രോഗങ്ങൾക്ക് എക്സാമ്പിൾ ആണ് ക്വാഷിയോക്കർ ആൻഡ് മരാസ്മസ്. ക്വാഷിയോക്കർ മരാസ്മസ് ഈ പ്രോട്ടീൻ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക്, ഡിസീസിന് എക്സാമ്പിൾസ് ആണ്. അപ്പൊ ഇവിടെ കൊടുത്ത ചിത്രത്തിൽ കണ്ടില്ലേ, ക്വാഷിയോക്കർ ബാധിച്ച കുട്ടിയുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലായത്? പ്രോട്ടീന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമാണെന്നല്ലേ. അപ്പൊ പ്രോട്ടീന്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ്? പ്രോട്ടീന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ക്വാഷിയോക്കർ, മരാസ്മസ് അല്ലെ. അപ്പൊ പ്രോട്ടീൻ എന്തിനൊക്കെ ആവശ്യമാണ്? മസിൽസ് അല്ലെ, മസിൽസിന്റെ ഹെൽത്തിന്. പിന്നെയോ ഹെയർ, സ്കിന്ന്, എന്തിന് ഏറെ പറയുന്നു അല്ലെ, എനർജിക്ക് വരെ എന്ത് വേണം? നമുക്കൊരു എനർജി കിട്ടാൻ വരെ നമുക്ക് പ്രോട്ടീന്റെ അളവ് നന്നായിട്ട് വേണം. അപ്പൊ ഇതില്ലെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? എന്താ അസുഖത്തിന്റെ പേരെന്ന് പറഞ്ഞു നോക്ക്. ക്വാഷിയോക്കറും മരാസ്മസും ഉണ്ടാകുന്ന ഓർത്ത് വെക്കാം. നോക്കാം, ഇങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക കേട്ടോ. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് പ്രോട്ടീൻ? പ്രോട്ടീന്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ്? പ്രോട്ടീൻ ഈസ് എ ന്യൂട്രിയൻ എസെൻഷ്യൽ ഫോർ ഗ്രോത്ത് ആൻഡ് ബോഡി ബിൽഡിംഗ്. പ്രോട്ടീൻ ഈസ് റിക്വയർഡ് ഫോർ ദ ഹെൽത്ത് ഓഫ് മസിൽസ്, ഹെയർ ആൻഡ് സ്കിൻ. മോർ ഓവർ പ്രോട്ടീൻസ് പ്രൊവൈഡ് എനർജി. അപ്പൊ എന്താണ് പ്രോട്ടീന്റെ ധർമ്മം? ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ ഒരു പ്രധാന പോഷക ഘടകമാണ് പ്രോട്ടീൻ. പേശികൾ, തലമുടി, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. കൂടാതെ ഇവ ഊർജവും പ്രദാനം ചെയ്യുന്നു. വാട്ട് ആർ ദ ഡിസീസസ് കേസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ? വാട്ട് ആർ ദ ഡിസീസസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ? ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ കൊണ്ട് ഉണ്ടാവുന്ന രോഗങ്ങൾ എന്താണ്? പ്രോട്ടീന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ക്വാഷിയോക്കർ, മരാസ്മസ് എന്നീ രോഗങ്ങളാണ് പ്രോട്ടീന്റെ കുറവ് മൂലം ഉണ്ടാവുന്നത്. ഇവിടെ കുറച്ച് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡിന്റെ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് അല്ലെ. നോക്ക് എന്താണ് ആദ്യത്തെ എന്തെന്നാ? അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വിട്ടുപോയ ഭാഗം പൂരിപ്പിച്ചിട്ട് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്കാലോ ഏതാണ്? ഫസ്റ്റ് വൺ
ഗ്രീൻ പീസ്, പിന്നെയോ പനീറുണ്ട്, കേഷ്യൂനട്ട് അല്ലെ, കശുവണ്ടി, ഗ്രൗണ്ട് നട്ട് അല്ലെ, നിലക്കടല, മീറ്റ് മാംസം, ഫിഷ് മത്സ്യം അല്ലെ, മുട്ടയുണ്ട്, പാലുണ്ട്. ഇതൊക്കെ എന്താണ്? പ്രോട്ടീൻ റിച്ച് ഫുഡാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങളെ ഡയറ്റിലും അല്ലെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക? ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇവയിലേതെല്ലാം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അല്ലെ? ഇതിലേതൊക്കെ നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയത് എന്ന് എഴുതാനുണ്ട് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലെ നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതണം. നിങ്ങൾ ഇതിലേതൊക്കെ നിങ്ങൾ ഫുഡ് ചാർട്ടിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങളിൽ എന്താണ് സസ്യാഹാരം മാത്രം കഴിക്കുന്നവരുണ്ടാവൂലേ അല്ലെ? സസ്യാഹാരം മാത്രം കഴിക്കുന്ന വെജിറ്റേറിയൻസ് അല്ലെ നിങ്ങളെ കൂട്ടത്തിലുണ്ടാവില്ലേ? അവർക്ക് അല്ലെ, അതായത് മീനും ഇറച്ചി ഒന്നും കഴിക്കാത്ത, മുട്ടയൊന്നും കഴിക്കാത്ത ആളുകൾ, പുവർ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളുകൾ അല്ലെ അവരുടെ ഡയറ്റിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? നിങ്ങളാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ഇതിൽ കഴിക്കുന്നുണ്ട്? മീറ്റ് കഴിക്കും, ഫിഷ് കഴിക്കും, എഗ്ഗ് കഴിക്കും അല്ലെ? ഇതൊന്നും കഴിക്കാത്ത നിങ്ങളുടെ കൂട്ടത്തിലുള്ള വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പൊ അവർക്കും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കിട്ടണ്ടേ? അത് അവര് ആരോഗ്യത്തിന് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലേ? അപ്പോൾ അവരുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് കഴിക്കാൻ പറ്റുന്ന കുറച്ച് വെജിറ്റേറിയൻ ഫുഡ് ഐറ്റംസ് ഉണ്ടാവില്ലേ? അപ്പൊ അവർക്ക് കഴിക്കാൻ പറ്റുന്ന പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കുറച്ച് വെജിറ്റേറിയൻ ഐറ്റംസും ഉണ്ടാവും. അപ്പൊ ഏതൊക്കെയായിരിക്കും? ഗ്രീൻ ഗ്രാം അല്ലെ, നമ്മളിവിടെ കണ്ട ചിത്രത്തില് ഗ്രീൻ ഗ്രാം ഉണ്ട്, കാഷ്യൂനട്ടോ ഗ്രൗണ്ട് നട്ടോ ഒക്കെ കഴിക്കാം. അതുപോലെ എന്താണ് ലീഫി വെജിറ്റബിൾസ് അല്ലെ, ചീര പോലുള്ള ലീഫി വെജിറ്റബിൾസ് ഒക്കെ എന്താണ് റിച്ച് ഇൻ പ്രോട്ടീൻ ആണല്ലേ, പ്രോട്ടീന് അടങ്ങിയിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് നോക്കാം അടുത്തത്. There may be vegetarians among you. What food items are to be included in their diet too? അല്ലെ, നമ്മുടെ സസ്യാഹാരം മാത്രം കഴിക്കുന്നവരുണ്ടാവുമല്ലോ, അവരിൽ പ്രോട്ടീനെ കുറിച്ച് അല്ലെ, പ്രോട്ടീന്റെ കുറവ് ഉണ്ടാകാതിരിക്കാൻ എന്താണ് ആഹാരത്തിൽ എന്തൊക്കെ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തണം എന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള കുറച്ച് ഫുഡ് അല്ലെ കണ്ടെത്തി എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് നോക്ക് മക്കളെ. ഗ്രീൻ പീസ് ഉണ്ട് അല്ലെ, പനീർ, പിന്നെ ബീൻസ്, സോയാബീൻ, ഓട്സ്, പിന്നെ കശുവണ്ടി, നിലക്കടല അല്ലെ, കാഷ്യൂനട്ടും ഗ്രൗണ്ട് നട്ടും. ഇതൊക്കെ എന്താണ്? ഹൈ പ്രോട്ടീൻ ഉള്ള സാധനങ്ങളാണ്. അപ്പൊ ഇതൊക്കെ ആർക്ക് കഴിക്കാം? എല്ലാവർക്കും കഴിക്കാം. അതേപോലെ തന്നെ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രോട്ടീൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത് കൂടുതലായിട്ട് കഴിക്കുന്നത് നല്ലതാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അടുത്ത ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള ഫാറ്റിനെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. ഇപ്പൊ ഫാറ്റ് അല്ലെ, ലൈക്ക് കാർബോഹൈഡ്രേറ്റ് ആൻഡ് പ്രോട്ടീൻ, fat is also essential for us. If we consume equal amount of carbohydrate, protein and fat, we will get more energy from fat. ഇപ്പൊ കാർബോഹൈഡ്രേറ്റിനെയും പ്രോട്ടീന് എന്നിവയെ പോലെ തന്നെ എന്താണ് കൊഴുപ്പും നമുക്ക് ആവശ്യമാണ് അല്ലെ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഇതാണ്. ഒരേ അളവിൽ നമ്മൾ കൊഴുപ്പും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും എടുത്താൽ ഏറ്റവും കൂടുതൽ ഊർജം ലഭിക്കുന്നത് കൊഴുപ്പിൽ നിന്നാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. കാർബോഹൈഡ്രേറ്റും കൊഴുപ്പും പ്രോട്ടീനും ഒക്കെ നമ്മൾ ഒരേ എമൗണ്ടിൽ എടുത്താൽ അതിൽ എന്താണ് ഊർജം ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് കൊഴുപ്പിൽ നിന്നാണ് കേട്ടോ. നോക്കാം. How can we find out whether the food we eat contains fat ഉണ്ട് എന്നുള്ളത്? നാം കഴിക്കുന്ന How can we find out whether the food we eat contains fat? നാം കഴിക്കുന്ന ഭക്ഷ്യ വസ്തുക്കളിൽ കൊഴുപ്പുണ്ടോ എന്ന് എങ്ങനെ കണ്ടെത്താൻ പറ്റുമോ? നിങ്ങളുടെ ഭക്ഷണത്തിൽ കൊഴുപ്പുണ്ടോ എന്നറിയാൻ ഒരു പ്രവർത്തനം ചെയ്ത് നോക്കിയാൽ മതി അല്ലേ. ഒരു വെള്ള പേപ്പർ എടുത്തിട്ട്
അതിലൊരു തുണി അല്ലേ, ഒരു തുള്ളി എണ്ണ ഒഴിക്കുക കേട്ടോ. എന്നിട്ട് പേപ്പർ നിരീക്ഷിക്കുക. അതുപോലെ പേപ്പറിൽ നെയ്യോ ഒഴിച്ചു നോക്കുക. ഒരു തുള്ളി എണ്ണയോ, ഒരു പേപ്പറിൽ ഒരു തുള്ളി എണ്ണയോ, അതേപോലെ തന്നെ ഒരു പേപ്പറിൽ നെയ്യ് ഒഴിച്ചു നോക്കുക. എണ്ണയും നെയ്യും പേപ്പറിൽ ഒഴിച്ചപ്പോൾ ഉണ്ടായ മാറ്റം ഒന്ന് നിരീക്ഷിക്കുക. അപ്പോൾ കൊഴുപ്പിന്റെ സാന്നിധ്യം എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കുറച്ച് ആഹാര വസ്തുക്കൾ കൊടുത്തിട്ടുണ്ട്, അത് പേപ്പറിൽ ഉറച്ചിട്ടൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടെത്തുന്ന പറഞ്ഞത്, ഹൗ ക്യാൻ വി ഫൈൻഡ് ഔട്ട് വെദർ ദ ഫുഡ് വി ഈറ്റ് കണ്ടെയ്ൻസ് ഫാറ്റ്? റബ് എനി ഫുഡ് ഐറ്റം ഓൺ എ പേപ്പർ അല്ലെ. നമ്മള് ഭക്ഷ്യവസ്തു ഒരു പേപ്പറിൽ ഉരച്ചാൽ എന്താ കാണുക? അത് ഉണങ്ങിയ ശേഷം പേപ്പറിൽ എണ്ണയുടെ പാടുണ്ടെങ്കിൽ ആ ഭക്ഷ്യവസ്തുവിൽ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. സിമ്പിൾ അല്ലേ, എളുപ്പമാണ്. അപ്പൊ കുറച്ച് ഫുഡ് ഐറ്റംസിന്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണത്, നിങ്ങളത് ഒരു പേപ്പർ എടുക്കുക, അതിൽ റബ്ബ് ചെയ്ത് നോക്കുക, എന്നിട്ട് ഉണങ്ങിയ ശേഷം എണ്ണയുടെ പാടുണ്ടോ എന്ന് നിരീക്ഷിച്ച് നോക്കുക. അങ്ങനെ എണ്ണയുടെ പാടുണ്ടെങ്കിൽ അതിലെന്തുണ്ട്, ഫാറ്റ് അടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കും. ഏതൊക്കെയാണ്? ചിപ്സ് ഉണ്ട് അല്ലെ, ബനാന അല്ലെ, പച്ച വാഴയ്ക്ക, അങ്ങനെ ചതച്ച എള്ളും ഉണക്കിയ തേങ്ങയും ചതച്ച നിലക്കടല, ഇത്രയും ആഹാര വസ്തുക്കളാണ് ഉള്ളത് കേട്ടോ. ക്രഷ്ഡ് ഗ്രൗണ്ട് നട്ട്, ഡ്രൈഡ് കോക്കനട്ട്, ക്രഷ്ഡ് ഒക്കെ എള്ളും ഒക്കെയാണ് ഉള്ളത്. അപ്പൊ ഇതെന്ത് ചെയ്യണം, ഇത് ഓരോന്ന് നിങ്ങൾ പേപ്പറിൽ റബ്ബ് ചെയ്യാം. എന്നിട്ട് എണ്ണയുണ്ടോ എന്നുള്ളതൊന്ന് നിരീക്ഷിക്കുക കേട്ടോ. അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ ചെയ്തിട്ട് എന്താ കിട്ടിയെന്ന് നോക്കാം. ചിപ്സിൽ എന്തുണ്ട്, എണ്ണയുടെ പാട് കാണുന്നുണ്ട്. വാഴക്ക, വാഴക്ക മീൻസ് വാഴപ്പഴം കേട്ടോ, അതിലെന്തില്ല, എണ്ണയുടെ പാടില്ല. ചതച്ച എള്ളിൽ എന്തുണ്ട്, എണ്ണയുടെ പാട് കാണുന്നുണ്ട്. ഉണങ്ങിയ തേങ്ങയിൽ എണ്ണയുടെ പാട് കാണുന്നുണ്ട്. നിലക്കടല, ചതച്ച നിലക്കടലയിലും എണ്ണയുടെ പാട് കാണുന്നുണ്ട്. അപ്പൊ ഏതിലൊക്കെയാണ് ഫാറ്റ് അടങ്ങിയിട്ടുള്ളത്? ചിപ്സിലുണ്ട്, എള്ളിലുണ്ട്, ഉണങ്ങിയ തേങ്ങയിലുണ്ട്, ചതച്ച നിലക്കടലയിലുണ്ട്. ഇതിലൊക്കെ എന്തുണ്ട്, ഫാറ്റിന്റെ അളവ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. റൈറ്റ് ഡൗൺ ദ അതർ ഫുഡ് ഐറ്റംസ് യു ആർ ഫെമിലിയർ വിത്ത് ദാറ്റ് കണ്ടെയ്ൻ ഫാറ്റ്. നിങ്ങൾക്കറിയാവുന്ന കൊഴുപ്പടങ്ങിയ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളുടെ പേരെഴുതാനാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് കേട്ടോ. ദ ലീസ്റ്റ് കണ്ടെയ്ൻ ഫുഡ് ഐറ്റംസ് ലൈക്ക് ഓയിൽ, ഗീ, മീറ്റ്, എഗ്, കോക്കനറ്റ് അല്ലെ, മറ്റേ എന്താ പറയാ, എണ്ണയും നെയ്യും മാംസവും മുട്ടയും തേങ്ങയും കടുക്, മസ്റ്റാർഡ്, എള്ളൊക്കെ നിലക്കടലൊക്കെ അടങ്ങിയിട്ടില്ല. ഇത് തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കണം നിങ്ങൾ എഴുതിയതിൽ കേട്ടോ. ഇതൊക്കെ എന്ത് അടങ്ങിയതാണ്? ഫാറ്റ് അടങ്ങിയ ഫുഡാണ്. സസ്യങ്ങളിൽ നിന്നും ജന്തുക്കളിൽ നിന്നും നമുക്ക് കൊഴുപ്പ് ലഭിക്കുന്നുണ്ട്. അപ്പൊ സസ്യങ്ങളിൽ നിന്നും ജന്തുക്കളിൽ നിന്നും നമുക്ക് കൊഴുപ്പ് ലഭിക്കുന്നുണ്ട്. അപ്പൊ താഴെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെ, നിങ്ങൾ കണ്ടോ ചിത്രം? അവ ഏതൊക്കെയാണെന്ന് എഴുത്. ചിത്രം നോക്കി അതിന്റെ പേര് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞത് കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ്? ഒന്ന് കോക്കനട്ട് ഓയിലാണ് അല്ലെ ആദ്യത്തത്, വെളിച്ചെണ്ണ, ഗീ, നെയ്യാണ് രണ്ടാമത്തത്, മൂന്നാമത്തത് ഫിഷ് ഓയിൽ, മീനെണ്ണ, നാലാമത്തത് ബട്ടർ അല്ലെ വെണ്ണ, അഞ്ചാമത്തത് സൺഫ്ലവർ ഓയിൽ, സൂര്യകാന്തി എണ്ണ. അപ്പൊ ഇത് ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് എഴുതാൻ എളുപ്പല്ലേ, എല്ലാവർക്കും മനസ്സിലാവൂലേ? ഓക്കെ, അപ്പൊ അടുത്ത പോർഷനിലേക്ക് പോവാണേ. അപ്പൊ അടുത്തതാണ് ഫാറ്റ് ഒബ്റ്റെയിൻഡ് ഫ്രം പ്ലാന്റ്സ്. നമ്മൾ പറഞ്ഞു പ്ലാന്റ്സിൽ നിന്നും എനിമൽസിൽ നിന്നും ജന്തുജന്യ കൊഴുപ്പ് അല്ലെ, അതുപോലെ തന്നെ സസ്യജന്യ കൊഴുപ്പുകൾ കേട്ടോ. ഇങ്ങനെ രണ്ട് തരമായിട്ട് ഫാറ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ഒന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ, വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട്, പിന്നെ മത്സ്യ എണ്ണയാണ് കൊടുത്തത്.